എല്ലാവർക്കും നമസ്കാരം. നവരാത്രിയുടെ 6ാമത്തെ ദിവസമായി ഇന്ന് കാർത്യായനി ദേവിയെയാണ് ആരാധിക്കുന്നത്. നന്ദഗോപസുതയായ യോഗമായ ദേവിയാണ് കാർത്യായനി ദേവി. കൃഷ്ണനോടൊപ്പം നന്ദഗോപർക്ക് ജനിച്ച യോഗമായ കാർത്യായനി ദേവിക്ക് കൃഷ്ണകാലഘട്ടത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഗോപികമാർ നിത്യവും കാർത്യായനി പൂജ ചെയ്യുന്നതായി ഭാഗവത മഹാപുരാണത്തിലും ബ്രഹ്മവൈവർത്ത പുരാണത്തിലും കാണാം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ക്ലേശിക്കുന്നവർ അതിൽ നിന്നുള്ള മോചനത്തിന് കാർത്തിക വ്രതമെടുത്തുകൊണ്ട് കാർത്യായനി ദേവിയെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. കാർത്യായനി ദേവിയുടെ രൂപം ഇപ്രകാരമാണ്. സിംഹമാണ് വാഹനം. 4 കൈകളുള്ള ദേവി ഖഡ്ഗവും പത്മവും കൈകളിൽ ഏന്തിയിരിക്കുന്നു. കാർത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത്. ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചുവെന്നും 3 ദേവിമാരുടെയും ത്രിദേവി ശക്തി ഒന്നായി മാറിയെന്നും പറയപ്പെടുന്നു. ആദിപരാശക്തിയായി മഹിഷാസുരമർദ്ദിനിയായി ദേവി മാറി. നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനി ഭാവത്തിന് 6ാം ദിവസം വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാർത്യായനി മന്ത്രം ഇപ്രകാരമാണ്. കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. നമസ്കാരം.